ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പറ്റുന്ന ട്രാൻസ്ഫോർമറാണ്. നിലവിലൊരു ഷോട്ടിംഗ് ആണ്, ഫുൾ ഷോട്ടിംഗ് ആണ് കാണിക്കുന്നത്. പ്രൈമറി ഷോട്ടിംഗ് ആണ് കാണിക്കുന്നത്. ഇപ്പം ഒരു ആംപ്ലിഫയറിനകത്ത് നില മാറിയതായിരുന്നു. അപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷോപ്പിൽ അവിടെ ഒരു ആംപ്ലിഫയറിനകത്ത് മാറിയത്. അപ്പം കസ്റ്റമർ കൊണ്ടുപോയില്ല. സാധനം ചിലരാണെങ്കിൽ എടുത്തുകൊണ്ടൊക്കെ പോകുന്നതാണ്, പഴയത് തന്നേക്കാൻ പറഞ്ഞത്. അപ്പോൾ അവർ കൊണ്ടുപോയില്ല. അപ്പം ഞാനത് എന്തായാലും നോക്കാം എന്നുള്ള രീതിക്ക് എടുത്തുകൊണ്ട്. അപ്പം പുറമേ നോക്കിയിട്ട് കത്തിയിട്ടോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ അതിനെല്ലാം നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം മൾട്ടിമീറ്റർ എന്താണ് കാണിക്കുന്നത് എന്നുള്ളത്. നല്ലൊരു ഷോട്ടിംഗ് ആണ് കാണിക്കുന്നത്. അപ്പം ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് പൊളിച്ച് നോക്കാം എന്നുള്ള രീതിക്കാണ് എടുത്തുകൊണ്ട് വന്നേക്കുന്നത്. കറണ്ട് ഒന്ന് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുന്ന സമയത്ത് സീരിയലായിട്ട് ലൈറ്റ് ഫുള്ളായിട്ട് കത്തുന്നുണ്ട്. ഫുൾ ഷോട്ടിംഗ് ആണ് കാണിക്കുന്നത്. എന്തായാലും ഈ പ്രൈമറി കണക്ഷൻ ചെല്ലുന്ന ഇവിടുത്തെ ഈ പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അവിടെ എന്തെങ്കിലും ഷോട്ടിംഗ് ഉണ്ടെങ്കിൽ പുറമേ ചെയ്താൽ മതിയെങ്കിൽ അത് മാത്രം ചെയ്താൽ മതിയല്ലോ. ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് നോക്കാം. ഒരു ടാപ്പ് ഒരു ജോയിൻ്റ് ഇട്ടേക്കുന്നതെന്ന് തോന്നുന്നു. എന്നാലും ഷോട്ടിങ് തന്നെയാണ്. അപ്പം മൊത്തം ഒന്ന് പൊളിച്ച് പീസാക്കി നോക്കണം. ശരിയാകുവാണെങ്കിൽ ശരിയാവട്ടെ, അല്ലെങ്കിൽ ഒഴിവാക്കി വിടാം. എന്നാലും ഇത് കോപ്പറാണോ എന്നൊരു സംശയമുണ്ട് ഇത് കണ്ടിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചിരണ്ടി നോക്കിയേക്കാം കോപ്പർ തന്നെയാണോ. ചിലപ്പോൾ അലുമിനിയം വരാറുണ്ട്. നല്ലൊരു കോപ്പർ തന്നെയാണ്. അപ്പോൾ എന്തായാലും മൊത്തം ഒന്ന് പൊളിച്ച് ഞാൻ പീസാക്കാം. പൊളിച്ച് പീസാക്കിയിട്ട് ബാക്കിയായിട്ട് വീടിയെടുക്കാം. ഈക്കോറും ഐക്കോറെല്ലാം ഊരി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഈ വൈൻഡിങ് സെക്കൻഡറി വരുന്ന വൈൻഡിങ് മൊത്തം അയച്ചു തരും. ഒരു പോകിലേക്ക് കുരുങ്ങി പോകാത്ത രീതി ചുറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് അകത്ത് എന്തെങ്കിലും ഷോട്ടിങ് കാര്യങ്ങളൊന്നും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ബാക്കിയും കൂടെ ഒന്ന് അയച്ചിട്ട് ഒരു ബോഗിലേക്ക് ഒന്ന് ചുറ്റി മാറ്റാത്. സെക്കൻഡറി അയച്ച് മാറ്റിയതിന് ശേഷമാണ് കത്തിയിരിക്കുന്നുണ്ട്. പുറമേ നോക്കിക്കഴിഞ്ഞാൽ ഇത് സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ കത്തിയിട്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് നല്ലതായിട്ട് കത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുറേ ഇതിനകത്ത് കത്തിയേക്കുന്ന സ്റ്റേജ് അത്രയും പൊളിച്ചെടുക്കണം. പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നോക്കാം. അകത്തേക്ക് കൂടുതലായിട്ട് കത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നടപടിയില്ല. അതിൽ പിന്നെ മൊത്തം കോപ്പർ മേടിച്ച് വിട്ടേണ്ടി വരും. അപ്പം ബാക്കി ഇതിനകത്ത് ഈ കത്തിയേക്കുന്ന കാണുന്ന അത്രയും ഒരു ഏറെക്കുറെ ഒന്ന് അഴിച്ചു നോക്കാം. അഴിച്ചു നോക്കിയിട്ട് അകത്തേക്ക് പ്രശ്നമുണ്ടോ എന്ന് നോക്കാം. പ്രശ്നമില്ലെന്നുണ്ടെങ്കിൽ ബാക്കി ജോയിൻ്റ് അടിച്ചാലും കൊടുക്കാം. ഇപ്പോൾ വല്ല ബോഡി ചെക്ക് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടെ അഴിക്കാം. കുറച്ചും കൂടെ അഴിച്ചിട്ട് ഈ ആദ്യത്തെ കുറേ സ്റ്റേജ് ഒന്ന് അഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും അകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ. അപ്പം എന്തായാലും ഒന്ന് അഴിച്ച് നോക്കാം. പ്രൈമറീൻ്റെ അകത്തേക്ക് മൊത്തം കത്തി നശിച്ചിരിക്കുകയാണ്. പക്ഷേ പുറമേ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലായിരുന്നു. എന്തായാലും ഇത് മൊത്തം വലിച്ചു പറിച്ചെടുക്കാൻ തീരുമാനിച്ചു. വലിച്ചു പറിച്ചെടുത്തിട്ട് ബോഗിയും വലിയ സീനാന്നില്ലെന്നുണ്ടെങ്കിൽ കോപ്പർ മേടിച്ച് ചുറ്റിയെടുക്കാൻ നോക്കാം. എന്തായാലും ബാക്കി കൂടെ ഒന്ന് പൊളിച്ച് പീസാക്കി നോക്കാം. അതിന് പ്രൈമറിയിലെ കോപ്പർ കംപ്ലീറ്റ് ഊരി എടുത്തിട്ടുണ്ട്. അപ്പം മൊത്തം കത്തി നശിച്ച് പോയതാണ്. ബോഗിയും വലിയ സീനില്ല. ഇത് നൈഫിന് ചുരണ്ടി കളഞ്ഞിട്ട് ആരംഭിച്ച് രാഗി എടുത്താൽ മതി. എന്നിട്ട് എന്തായാലും വൈൻഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു പേപ്പർ ചുറ്റിയിട്ട് 1-2 മടക്ക് പേപ്പർ ചുറ്റി സെറ്റാക്കി എടുക്കാം. കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ കാണുമ്പോൾ ഇച്ചിരി വൃത്തിയായിട്ടിരിക്കുന്നതുകൊണ്ടാലും ഇത് ലെവൽ ചെയ്തെടുക്കാൻ പറ്റും. അകത്തേക്ക് വലിയ കാര്യമായിട്ടൊന്നും കട്ടായിട്ടൊന്നും പോയിട്ടില്ല. അകത്തേക്കൊന്നും സീനായിട്ടൊന്നും കാണുന്നില്ല. നല്ല കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് രാഗി ലെവൽ ചെയ്ത് ഈ അളവിന് ഗേജിനുള്ള കോപ്പർ വാങ്ങിച്ച്
അതിന് പ്രൈമർ ചുറ്റി. ബാക്കി സെക്കൻഡറി ഓൾറെഡി ഇരിപ്പുണ്ട്. 12-0-12 പിന്നെ 27 25 എന്നുള്ളത് ചെക്ക് ചെയ്താൽ അറിയത്തുള്ളൂ. നിലവിൽ ചത്തുപോയതായിരുന്നുകൊണ്ട് അറിയത്തില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ചുറ്റി നോക്കാം. അപ്പോൾ ബാക്കി കോപ്പർ കാര്യങ്ങളെല്ലാം മേടിച്ച് ചുറ്റിയിട്ട് സെറ്റ് ചെയ്യാം.